17 കൊല്ലം മുൻപ് കുറേ കാലം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ കോളേജിൽ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ. ഹരികൃഷ്ണൻ ഫിലിമിൽ വരുന്നതിന് മുമ്പ്? അതെ. പക്ഷേ അന്ന് തന്നെ ഹരീഷൻ ഫേമസ് ആയിരുന്നു. സ്റ്റാർ ലെക്ചറർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പെൺപിള്ളേരുടെ മുഴുവൻ ഹീറോ. നോവലിലൂടെയും കഥകളിലൂടെയും സെൻസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ കോളേജിലെ പെൺപിള്ളേരുടെ ഭ്രാന്തായിരുന്നു. ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു ജോക്ക് പോലും ഉണ്ടായിരുന്നു. ഹരീഷിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഹിസ്റ്റീരിയ ബാധിച്ച മാതിരിയാണെന്ന്. ടീച്ചറും അന്ന് തീരെ ചെറുപ്പമായിരുന്നു. ആയിരുന്നു. പക്ഷേ എനിക്ക് ആ മനുഷ്യന് വെറുപ്പായിരുന്നു. കാരണം ഹി വാസ് എ റെക്ലെസ് വുമനൈസർ ദോസ് ഡേയ്സ്. അന്നേ പുള്ളി ആ വിഷയത്തിൽ? അതെ. കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അന്നയാൾ. എഴുതാനുള്ള പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് ഒരു എക്സ്ക്യൂസും. പക്ഷേ ആരാധനയുടെ ഭ്രാന്ത് കയറി അടുത്തുകൂടിയ ഒരുപാട് പെൺകുട്ടികൾ അന്നവിടെ പോവാറുണ്ടെന്നുള്ളത് കോളേജിൽ പരസ്യമായ രഹസ്യമായിരുന്നു. ഒരു പെണ്ണിലും ഉറയ്ക്കാതെ ഒരുപാട് മണ്ടിപ്പെൺപിള്ളേരെ കരയിപ്പിച്ചുകൊണ്ട്. ഒരിക്കൽ കോളേജ് ഡേക്കോ മറ്റോ സ്റ്റേജിന് പുറകിൽ വെച്ച് 2 PG സ്റ്റുഡൻസ് തമ്മിൽ തല്ലുപോലും ഉണ്ടായിട്ടുണ്ട് ഈ മനുഷ്യനെ ചൊല്ലി. 2 വർഷം ഞാനും അയാളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. പാർവതി ട്യൂട്ടറായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് അവളാണെല്ലാം കുഴപ്പത്തിലാക്കിയത്. അവളല്ല, അവളുടെ സൗന്ദര്യമായിരുന്നു എല്ലാ കുഴപ്പത്തിന്റെയും റൂട്ട് കോസ്. പിന്നെ അവളുടെ ശുദ്ധത. മണ്ടിയായിരുന്നു ആ കുട്ടി. നിങ്ങളും പാർവതിയും തമ്മിൽ ഇത്ര അടുപ്പം വരാൻ കാരണം? എനിക്ക് ആ കുട്ടിയെ നാട്ടിൽ വെച്ചേ അറിയാമായിരുന്നു. എന്റെ നാട്ടുകാരിയാണ് ആ കുട്ടി. വീട്ടുകാർ തമ്മിൽ അറിയും. റിലേഷൻഷിപ്സ് ഒന്നുമില്ല. അവൾ ഒരുപാട് പണമുള്ള അച്ഛൻ്റെ ഒറ്റ മോള്. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പാവം വക്കീൽ ഗുമസ്തനും. എനിക്ക് താഴെ 5 കുട്ടികൾ. ഹോസ്റ്റലിൽ ഞങ്ങൾ 2 ഒരേ മുറിയിലായിരുന്നു. എന്നെയാണ് അവളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയത്. വീട്ടിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കുന്ന പെൺകുട്ടി. ഞാൻ അവൾക്ക് ഏതാണ്ട് ഒരു ലോക്കൽ ഗാർഡിയൻ മാതിരിയായിരുന്നു. തുടക്കം മുതലേ എനിക്ക് പേടിയുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അയാളുമായി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കാൻ അവൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴൊക്കെ ഞാൻ അവളെ വാൺ ചെയ്തു. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒന്നുമില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു. ഒരേ റൂമിൽ താമസിച്ചിട്ടും ഞാൻ അറിയാതെ അവരുടെ ബന്ധം വല്ലാത്തൊരു പ്രൊപ്പോഷനിലെത്തിയെന്ന്